അപ്പോൾ അവധിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കുട്ടികൾ സ്കൂളിലെത്തി. കുറേ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് പുതിയ സർക്കാർ വിദ്യാർത്ഥികൾക്കായി നൽകിയ 3 ദിവസത്തെ ആർത്തവ അവധി. അപ്പോൾ കുറേ അമ്മമാർ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഇട്ട് കണ്ടു, പ്രതികൂലിച്ചും അനുകൂലിച്ചും കുറേ കമൻറ്റുകളും കുറേ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ ചർച്ചകൾ എവിടെയൊക്കെയോ പോവാണ്. അതുകൊണ്ട് ഇങ്ങനൊരു വിഷയം സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഈ അവധി എന്ന് പറയുന്നത് നിർബന്ധിത അവധിയല്ല. അതായത് ആവശ്യമുള്ളവർക്ക് എടുക്കാം, അല്ലാത്തവർക്ക് എടുക്കാതിരിക്കാം എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 3 ദിവസത്തെ അവധി എന്നുള്ളത് നമുക്ക് ഒരു ദിവസമാക്കി വെട്ടിച്ചുരുക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെയുള്ളത് ശുചിമുറികളിലെ ഫെസിലിറ്റീസ് നല്ല രീതിയിൽ വൃത്തിയാക്കുക. അതുപോലെ തന്നെ ഈ സാനിറ്ററി പാഡ് നമുക്ക് ഡിസ്പോസ് ചെയ്യാനും നമുക്ക് വേണ്ട ചേഞ്ചുകളൊക്കെ വരുത്താനൊക്കെയുള്ള കാര്യങ്ങൾ, ഫെസിലിറ്റീസ് ആ ശുചിമുറിയിൽ കൊടുക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മളുടെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നവർ ചെയ്യേണ്ടത്. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളുകളിലെ ടോയ്ലറ്റിലൊന്നും നമ്മൾ പോവാറേ ഇല്ല. അത്രയും വൃത്തികെട്ട രീതിയിലായിരിക്കും അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഓരോ ഇൻ്റർവെല്ലിനും ശുചിമുറി കഴുകി എന്ന് ഉറപ്പുവരുത്തണം. ആ രീതിയിൽ വേണം എന്താ പറയണ്ടേ വിദ്യാർത്ഥികൾ ആ ടോയ്ലറ്റ് യൂസ് ചെയ്യണം. കാരണം നമ്മളുടെ ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു സ്വഭാവമുണ്ട്, അതായത് ഭയങ്കര വൃത്തി ഉള്ള കൂട്ടത്തിലാണ്. നമ്മളെപ്പോലെയല്ല. സ്കൂളിൽ മൂത്രമൊഴിക്കാൻ പോലും പോവാൻ മടിയുള്ള കുട്ടികൾ ഇപ്പോഴും ഉണ്ട്. അത് ഈ വൃത്തിയില്ലാത്തതിൻ്റെ പ്രയാസം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ സാനിറ്ററി പാഡ് ഇപ്പോൾ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ലീക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥയൊക്കെ വരുമ്പോൾ നമുക്ക് ഇന്നേഴ്സൊക്കെ മാറ്റാനും അതിൻ്റേതായ ക്രമീകരണങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് ഉണ്ടായിരിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ഇത്തരം അതായത് അവസ്ഥകളിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് സ്കൂളിലേക്ക് പോകാനുള്ളൊരു ഇഷ്ടം തോന്നുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടമില്ലാത്ത രീതിയിൽ നമ്മളുടെ കുട്ടികൾ പോവാൻ നിർബന്ധിതരാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എൻ്റെ അഭിപ്രായം മാത്രമാണ്. ഈ ആർത്തവ അവധി കൊടുക്കുന്നതിലൂടെ ഒരു കുട്ടിയുടെ ആർത്തവ ഡേറ്റ് മറ്റുള്ളവർ മനസ്സിലാക്കുന്നു. അപ്പോൾ അവധി എടുത്ത് വീട്ടിലിരിക്കുമ്പോൾ അത് പുറത്തറിയുന്നത് നാണക്കേടല്ലേ എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ കാണുകയുണ്ടായി. വളരെ കഷ്ടം തോന്നുന്നു. ഇത് ഏത് യൂണിവേഴ്സിലാണ് ജീവിക്കുന്നത് എന്ന് തോന്നും. കാരണം അങ്ങനെയൊരു നാണക്കേട് നമ്മുടെ കുട്ടികൾക്ക്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റൊരു അഭിപ്രായം കണ്ടത് കുട്ടികൾക്ക് മാത്രമാണോ, ടീച്ചേഴ്സിനും അങ്ങനെ ഒരു അവധി നൽകട്ടെ, അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിലെ സ്ത്രീകൾക്കും വേദനയില്ലേ എന്നുള്ളൊരു അഭിപ്രായം ഞാൻ കണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെയും മുതിർന്നവരെയും നമ്മൾ കമ്പയർ ചെയ്യുന്നത് തന്നെ മോശമാണ്. കാരണം പണ്ടൊക്കെ പ്രായപൂർത്തിയാകുന്ന പീരീഡ്സ് ആവുന്ന ടൈം എന്ന് പറയുന്നത് 8ാം ക്ലാസ്സും 9ാം ക്ലാസ് ആ ടൈമൊക്കെയാണ് ആവുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പീരീഡ്സ് ആർത്തവം ഉണ്ടാകുന്നത് തന്നെ 6, 7 ആ ഒരു ഫസ്റ്റത്തെ ആർത്തവം ഉണ്ടാകുന്നത്. ഒരുപക്ഷെ ഞാൻ കേട്ടത് 5ാം ക്ലാസ്സിലുള്ള കുട്ടിക്ക് വരെ പീരീഡ്സ് ഫസ്റ്റ് ടൈം ഉണ്ടാകുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഏജ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് പരിഗണിക്കേണ്ട ഒന്നാണ്. കാരണം അവർക്ക് അതെങ്ങനെ എടുക്കണം, അവരുടെ മാനസികാവസ്ഥ എങ്ങനെയാണ്, എത്രയൊക്കെ നമ്മൾ പാരൻസ് പറഞ്ഞു കൊടുത്താലും എത്രയൊക്കെ നമ്മൾ ബോധവൽക്കരണം നടത്തിയാലും അത് ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സ് അവർക്കുണ്ടാവണം. അപ്പോൾ അതൊരു 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് എത്രമാത്രം ഉണ്ടാവും എന്നുള്ളത് ഒരു ഡൗട്ടാണ്. ഇപ്പോഴും ആരോഗ്യ പ്രശ്നവും മെൻ്റലി പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ അവധി എടുക്കുന്നുണ്ടാവും ഈ ആർത്തവ ദിവസത്തിൻ്റെ ആദ്യ ദിവസം. ആ അവധി ആബ്സെൻ്റ് ആയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്കൂൾ കൊടുക്കുന്ന ഒരു അവധി ആകുമ്പോൾ നമുക്കത് ആബ്സെൻ്റ് ഒഴിവാക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരു അമ്മ വന്ന് സംസാരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അവധി എങ്ങനെ എങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് കളിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ആർത്തവ അവധി നൽകിക്കഴിഞ്ഞാൽ അത് അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഒരു അമ്മ പറയുന്നത് കേട്ടു. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്കും ബോധമില്ലാത്ത കുട്ടികളാണ് ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത് തോന്നില്ല. അതും ചിലപ്പോൾ ചില ബോയ്സ് ബിരുദന്മാർ ചിലപ്പോൾ ചില ട്രിക്കുകൾ പ്രയോഗിച്ച് വരാം. അതിപ്പോൾ നമുക്ക് പേരൻസിനും ടീച്ചേഴ്സിനും അറിയാൻ പറ്റും. കാരണം അവർക്ക് ആർത്തവ മാസത്തെ ഒരു മാസത്തിൽ ഏത് ഡേറ്റിലാണ് ആർത്തവം വരുന്നതെന്നും പിന്നെ ചില കുട്ടികൾക്ക് ഡേറ്റ് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ അത് നമുക്ക് ഏത് വിധത്തിലും നമുക്ക് പേരൻസിനെ വിളിച്ച് നമുക്ക് ആ ടീച്ചർക്ക് വേണമെങ്കിൽ പേരൻസിനെ വിളിച്ച് അത് കൺഫേം ചെയ്യാം. അത്തരത്തിൽ രീതിയിലൊക്കെ നമുക്കത് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ദിവസമൊക്കെ ആബ്സെൻ്റ് ആയ കുട്ടി എങ്ങനെ നെക്സ്റ്റ് ഡേ പഠിക്കും, അവർക്ക് എങ്ങനെ അത്
ആ സിലബസ് പഠിച്ചെടുക്കാം, ആ പോർഷന് കവർ ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു ഡൗട്ടൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ടീച്ചേഴ്സും പാരൻസും ഒക്കെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ഈ 3 ദിവസം എന്നുള്ളത് ഒഴിവാക്കി 1 ദിവസം ആക്കിയാൽ മതി. എനിക്ക് തോന്നുന്നില്ല 3 ദിവസവും വീട്ടിലിരുന്ന് കുട്ടികൾ ഈ ആർത്തവ അവധി എന്നും പറഞ്ഞ് ഇരിക്കും തോന്നുന്നില്ല. അത് പേരൻസ് സമ്മതിക്കും തോന്നുന്നില്ല. 1 ദിവസം അവർക്ക് അനുവദിക്കുന്നത് തന്നെയാണ് തോന്നുന്നത്. കാരണം അവർക്കും അതൊരു ബുദ്ധിമുട്ടാണ്, പഠിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ ഒരമ്മ പറഞ്ഞത്, ചിലപ്പോൾ എക്സാം എഴുതുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടിക്ക് പീരീഡ്സ് ഉണ്ടാകുന്നു. അപ്പോൾ ആ കുട്ടി ടീച്ചറോട് പറയുന്നു, എനിക്കിങ്ങനെയുണ്ട്, അപ്പോൾ എനിക്ക് വീട്ടിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും ടീച്ചർ എന്നുള്ളത്. അപ്പോൾ ആ ടീച്ചർക്ക് ആ കുട്ടിയുടെ പേരൻസിനെ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് ഈ കാര്യം അറിയിക്കാം, കുട്ടിക്ക് ഇങ്ങനെയൊരു സംഭവമുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമുക്കറിയാൻ പറ്റും ഈ ഡേറ്റ് ആണ് ചിലപ്പോൾ കുട്ടിക്ക് ഉണ്ടാവും എന്നുള്ളത്. ചിലപ്പോൾ ഇല്ലെങ്കിൽ തന്നെ എവിടെ വീട്ടിലേക്ക് എത്തുമോ വേറെ എവിടെയെങ്കിലും എത്തുമോ എന്നുള്ളൊരു ആശങ്ക ഒരമ്മ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പേരൻസ് കുട്ടി വീട്ടിലെത്തി എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതാണ്. അപ്പോൾ അതിനൊക്കെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ആർത്തവ അവധി എടുത്തു കഴിഞ്ഞാൽ എന്താ, അടുത്തുള്ള കുട്ടികളല്ലേ, ഫ്രണ്ട്സ്, മറ്റുള്ളവർ ആർത്തവ ദിവസം അറിയില്ല, അത് നാണക്കേടല്ലേ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആർത്തവ അവധി എടുക്കുമ്പോൾ അനൗൺസ്മെൻ്റ് ആയിട്ട് സ്കൂളിൽ ക്ലാസ് മുറിയിൽ അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടല്ലല്ലോ ആർത്തവ അവധി എടുക്കുക. ഇപ്പോഴും ചിലപ്പോൾ പല കുട്ടികളും ആർത്തവ അവധി എടുക്കുന്നുണ്ടാവും അതായത് വീട്ടിൽ. അപ്പോൾ അതെന്തിനാണ് അവധി എടുത്തത് എന്ന് ടീച്ചർക്കും പേരൻസിനും മാത്രമേ അറിയൂ. ഇതും അതുപോലെ തന്നെ കണ്ടാൽ മതി. ഇത് നിർബന്ധിത അവധിയല്ല എന്നാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്തരം ഫെസിലിറ്റീസ് ഒക്കെ സ്കൂളിൽ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ പകുതി പ്രശ്നങ്ങളും തീരുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി രേഖപ്പെടുത്തൂ. ബൈ.